നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് വെർബൽ, മറ്റൊന്ന് നോൺ വെർബലാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ പെടും? നമ്മുടെ റിട്ടൺ ആയിട്ടുള്ളത്, ഓറൽ ആയിട്ട് സ്പീക്ക് ആയിട്ടുള്ളത്, പിന്നെ വിഷ്വൽസ്. ഇതുമാണ് ഇതിൽ വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതെന്താണ്? നമ്മുടെ ആക്ഷൻസ്. അത് നമ്മൾ എന്താണ്? അത് നോൺ വെർബലാണ്, അത് വെർബൽ അല്ല. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിട്ടൺ ആൻഡ് ഓറൽ ആൻഡ് വിഷ്വൽസ്. നോൺ വെർബൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ വേ ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ കാറ്റഗറീസ്. ഒന്ന് എക്സ്പ്രഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടൺ ആൻഡ് ഓറൽ ആൻഡ് ഗസ്റ്റേഴ്സ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രഷൻസ് ചെയ്യാം. ഫ്ലോ, ഇൻറ്റേർണൽ, വേർട്ടിക്കൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. റിലേഷൻഷിപ്പ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ടാണ് എന്ത് വരിക? റിലേഷൻഷിപ്പ്. വാരിയസ് മീഡിയ എക്സ്പ്രഷൻസ് ലൈക്ക് എന്ത് ചെയ്യും? റിട്ടൺ ആൻഡ് ഗസ്റ്റേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ വേരിയസ് മീഡിയ സച്ച് ആസ് റൈറ്റിംഗ്, സ്പീച്ചിങ്. ഇവിടെ വേരിയസ് മീഡിയ സ്പീച്ചിങ് ആൻഡ് ആക്ഷൻസ് അതൊക്കെ ഇതിലുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഇതിൽ ദർ മേ സ്റ്റിൽ സ്ട്രോങ് ലാംഗ്വേജസ് സ്പീക്ക് ബട്ട് നോട്ട് ദ ഫാക്ട്സ് ഓഫ് സെവറൽ ലാംഗ്വേജസ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഈ ഡഫ് ആൻഡ് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഇതിപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു ന്യൂസ് റീഡിംഗ് ആണെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതൊരു ഡിസേബിൾഡ് മാനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നോൺ വെർബലായിട്ട് ആ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ്. അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരാളെ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ഉള്ള നമ്മുടെ ആക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് കമ്പനീസ് ഹാവ് കമ്മ്യൂണിറ്റി ഏജൻസീസ്, അതർ കമ്പനീസ്, ഗവൺമെൻറ് ബോഡി, ന്യൂസ് പേപ്പർ മാനുഫാക്ചേഴ്സ് അങ്ങനെയുള്ളതിലൊക്കെ എന്താണ് വരുന്നത്? ഡൗൺവേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ. അതായത് മാനേജർ, അത് ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം മാനേജർ, അതിൻ്റെ വർക്ക്, അതിൻ്റെ കീഴിലുള്ളവർ, അവർ തമ്മിലെന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് രീതിയാണ്. പിന്നെ അത് ഹയർ ടു ലോവർ ആയിട്ടുള്ളത് അത് ഏതാണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദ വർക്കേഴ്സ്, സജഷൻസ് അങ്ങനെയുള്ളതിനെയൊക്കെ എന്താന്ന് പറയുന്നത്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെൻ വി സ്പീക്ക് ലാംഗ്വേജ് ആസ് എ ടൂൾ ഓഫ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏത് ലാംഗ്വേജ് ആണോ, ഏത് രീതി, ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് അതെന്താണോ അതാണത് റിട്ടൺ. നമ്മൾ സ്പീക്ക് ചെയ്യുന്നതിന് ലാംഗ്വേജ് നമ്മൾ ഏതിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് അത് റിട്ടൺ ആൻഡ് ഓറലിൽ വരുന്നുണ്ട്. വി മെൻ ബോത്ത് സ്പോക്കൺ റിട്ടൺ ഫോംസ് ഇൻ എ ലാംഗ്വേജ് ബട്ട് ദീസ് ആർ ദ കമ്മ്യൂണിക്കേഷൻസ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ മേക്സ് യൂസ് ഓഫ് സൗണ്ട്സ് ആൻഡ് സിമ്പിൾസ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്ക് ടു റിട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഫേസ് ടു ഫേസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദർ ഇസ് നോ മെസ്സേജ് ഓഫ് യു. അത് മെസ്സേജ് ഓഫ് യു അല്ല, ഓക്കെ, ഹൗ ആർ യു, ഫൈൻ അങ്ങനെയുള്ളതാണ്. അത് ഇൻ്ററാക്ഷണൽ ആണ്. ഇൻ്ററാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺവെർസേഷൻസ്. നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ രണ്ട് പേഴ്സൺസ് തമ്മിൽ കോൺവെർസേഷൻ നടത്തുമ്പോൾ അത് നമുക്ക് റിട്ടൺ ആയിട്ടുള്ള കോൺവെർസേഷൻ, ഓറൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് അങ്ങനെയുള്ളതാണ്. ഏത് വേറൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺവെർസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കോൺവെർസേഷണൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇതെന്ന് പറയുന്നത് യു ആർ ഓൾറെഡി അവെയർ ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ, വർക്ക് പ്ലേസ്, മീറ്റിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് പീപ്പിൾ, ബിസിനസ് ഡെവലപ്പിംഗ് കോൺവെർസേഷൻസ്, ഒബ്സർവേഷൻസ് അങ്ങനെയുള്ളതിനെയൊക്കെ എന്ത് പറയും? കോൺവെർസേഷണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺവെൻഷണൽ ആൻഡ് കോൺവെർസേഷൻസ്. ഇതെന്ന് പറയുന്നത്
കോൺവെർസേഷൻ ഈസ് മോർ മിയർലി എക്സ്ചേഞ്ച് ഓഫ് ഫോർ ഇൻഫോർമേഷൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ മോർ കൂടുതൽ ഇൻഫോർമേഷൻ കമ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. വെൻ പീപ്പിൾ ടേക്ക് പാർട്ട് ഇൻ എ കോൺവെർസേഷൻസ് ദേ ബ്രിങ് ടു കോൺവെർസേഷൻ പ്രോസസ് ഷെയർഡ് അസംഷൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കോൺവെർസേഷൻ ഡെവലപ്പ്. അങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻസിനൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ത് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പേഴ്സൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിച്ച് ജെൻഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ആൻഡ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഹൈംസ് അത് ഈവൻറ്റ് ഡയറക്റ്റ്ലി ഗവേൺഡ് ബൈ ദ നോംസ് ഫോർ ദ യൂസ് ഓഫ് സ്പീച്ച് ഇവൻ്റ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതർ സ്പീച്ച് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ ക്യാൻ ബി കോൺട്രാസ്റ്റഡ് വിത്ത് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവൻറ്റ്സ് സച്ച് ആസ് ലെക്ചേഴ്സ് ഡിസ്കഷൻസ് മീറ്റിംഗ്സ് ഇൻ്റർവ്യൂസ് ഡിബേറ്റ്സ് എക്സെട്ര. അതൊക്കെ ഏതാണ് നോൺ സ്പീച്ച് ഇവൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ഇതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ നോക്കി എന്താണെന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഞാനിപ്പോൾ ഇവിടെ ഈ സ്പീച്ചേഴ്സിൻ്റെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ക്ലാസ് ഇവിടെ ലെക്ചർ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെനിക്ക് ഞാൻ ഇവിടുന്ന് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അതൊരു വേറൊരു തരത്തിലുള്ള നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഞാനിവിടെ ലെക്ചർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊരു ഏതിലാണ് കിട്ടുന്നത് അത് നിങ്ങളാണ് ഇതിലെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷനിലെ ഇതാണ്. അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നോക്കിയത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ എന്ന് പറയുന്നത് റിട്ടൺ ആൻഡ് ഓറൽ ആൻഡ് വിഷ്വൽസ് ആണ്. വെർബൽ എന്ന് പറയുന്നത് നോൺ വെർബൽ എന്ന് പറയുന്നത് ആക്ഷൻസിനെയാണ്. പിന്നെ എന്ന് വെച്ചാൽ റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിട്ടൺ ആൻഡ് ഓറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ കോൺവെർസേഷൻസ് രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ, ലാസ്റ്റ് വൺ സ്പീച്ച് ഇവൻറ്റ്സ്, അതായത് ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് അങ്ങനെയുള്ളത് ഒക്കെയാണ് ഇതിൽ സ്പീച്ച് ഓഫ് ഇവൻറ്റ്സിൽ പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ടിലത്തെ ഇത്രയും കാര്യങ്ങളാണുള്ളത്.